നിങ്ങൾക്ക് പല്ലുവേദനയുണ്ടോ? അതുപോലെ തന്നെ വായ്നാറ്റം, വായ്പുണ്ണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ച ഒരു സൂത്രം ഇന്നാണ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നെഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ ഗ്യാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ അതിൻ്റെ വയറ് കയറ്റി കൊടുക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഉറുമ്പ് കയറിയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഉറുമ്പ് നല്ല കടിയുറുമ്പാണ്, നമ്മളെ കടിച്ച് ശരിയാക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ തണുപ്പും കൂടെ ആയപ്പോഴത്തേക്ക് ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടിയിരിക്കുകയാണ്. ഇതിനായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ വിനാഗിരി ഒരു ടീസ്പൂണോളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുള്ളിലുള്ള ഉറുമ്പെല്ലാം മേളിലോട്ട് പൊങ്ങി കയറി വരെയും കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ല അടിപൊളി റിസൾട്ടാണ്. ഇതിനുണ്ട് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉറുമ്പ് പൊടിയോ ഒന്നും മേടിക്കൊന്നും വേണ്ട, കെമിക്കൽ പോലെയുള്ള ഒന്നും മേടിച്ചൊഴിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയാവുന്നവരാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അതുപോലെ ഉറുമ്പുകളുടെ ശല്യം ഭയങ്കരമായിട്ട് വീട്ടിൽ പെരുകുമ്പോഴത്തേക്ക് നമുക്ക് വീട് തുടയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ്, ഒരു കുപ്പി വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ഡെറ്റോൾ, ഉപ്പ് ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ഒരു കുപ്പിയിൽ വെള്ളമാണത്, ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലോഷനാണത്. അതുകൂടെ ഒഴിച്ചിട്ട് നമ്മുടെ വീട് എല്ലാം തുടച്ച് വീട് നല്ല വൃത്തിയാകുകയും ചെയ്യും, ഉറുമ്പിൻ്റെ ശല്യം പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഡെയിലി കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റും തലവണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഈർപ്പത്തിൽ നമ്മുടെ വേർപ്പിടിക്ക് ഒരു സ്മെല്ല് എപ്പോഴും ഇതിൽ വരും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തട്ടി കുടഞ്ഞിട്ടിട്ട് ശേഷം കുറച്ച് പൗഡർ ഈ ബെഡ്ഷീറ്റും തലവണയുടെ മുകളിലെല്ലാം ഒന്ന് തൂക്കിയിട്ട് തട്ടിക്കളയുക. അപ്പോൾ നല്ല ഫ്രഷോടുകൂടി നമ്മുടെ മുറി നല്ല സുഗന്ധമായിട്ട് കിടക്കും, ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കും, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പല്ലുവേദന അല്ലേ. ചിലപ്പോൾ പോട് കാണും, അല്ലെങ്കിൽ ചുമ്മാ പല്ലുവേദന കാണും, അതുപോലെ തന്നെ വായ്നാറ്റം. ഇതെല്ലാം പോകാനുള്ള അടിപൊളി കിടക്കാച്ച ഒരു സൂത്രമാണിത് കേട്ടോ. അതിനായിട്ട് ഒരു ചെരുവത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടി നമ്മുടെ ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. അതായത് അതിശക്തമായിട്ടുള്ള വേദനയല്ല, നമുക്ക് പെട്ടെന്ന് രാത്രിയിലൊക്കെ ആയിരിക്കും മിക്ക ആൾക്ക് പല്ലുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലൊരു വെള്ളം തിളപ്പിച്ച് ഈ പൊടിയിട്ട് തിളപ്പിച്ചിട്ട് കവക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ ഉപ്പുവെള്ളം കവക്കൊള്ളുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ചതച്ച് വെക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുട്ടികൾക്കൊക്കെ രാത്രി ഇതുപോലെ പല്ലുവേദന ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണിത്. ഇത് ഇച്ചിരി 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ പൊടി ഇട്ടാൽ മതി. അതൊന്ന് കവക്കൊള്ളി വായിക്കകത്ത് വെച്ച് കവക്കൊള്ളി കുറച്ച് നേരം കവക്കൊള്ളുക. അതിനുശേഷം തുപ്പിക്കളയുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വേദന പെട്ടെന്ന് കുറയുന്നതായിട്ട്, വായ്നാറ്റം അതുപോലെ വായ്പുണ്ണ് പോലെയൊക്കെ ഉണ്ടാകുന്ന എല്ലാ വായിലുള്ള അസ്വസ്ഥത കാര്യങ്ങളെല്ലാം മാറുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന്. പിന്നെ അതിശക്തമായിട്ടുള്ള പല്ലുവേദനയും മോണപഴുപ്പും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടേ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ഇപ്പോൾ രാത്രിയിലൊക്കെയാണ് പല പല അസുഖങ്ങളുണ്ടാകുന്നത്. അപ്പം നമുക്ക് ആശുപത്രിയിലൊന്നും ഓടിപ്പോകാൻ, പല്ലുവേദനയ്ക്കൊക്കെ ഓടിപ്പോകാൻ പാടായത് കാരണം നമുക്ക് വീട്ടിൽ ജസ്റ്റ് നമ്മുടെ ആ വേദനയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സൂത്രമാണ്. അപ്പം നമ്മുടെ ആ ഒരു വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തോട്ടോ. നമുക്കിത് അരിച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ തിളച്ച് കഴിഞ്ഞ ശേഷം 3/4 ഗ്ലാസോളം വെള്ളമുണ്ട്. ഈ ഒരു വെള്ളം നല്ലപോലെ, അതായത് ഒരുപാട് തണുത്ത് പോകാതെ ചെറു ചൂടോടുകൂടി നമുക്ക് വായി കവക്കൊള്ളാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടിലായിട്ടാക്കി വരുമ്പം നമ്മൾ വായിലൊന്ന് കവക്കൊള്ളാം. അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു പുളിപ്പ് പോലെയും നമ്മുടെ പല്ല് പുളിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഇത് നമുക്ക് ഉണ്ടാകുന്ന പല്ലിൻ്റേതായ ചെറിയ നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ പുളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ ചെയ്യുന്ന ഒരിതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വായിലോട്ട് നമ്മളിങ്ങനെ കവക്കൊണ്ടാൽ മാത്രം മതി. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. കുട്ടികൾക്കും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് എൻ്റെ പല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അത് മാത്രമല്ല പോടൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് അഴുക്കെല്ലാം പോയി നല്ലപോലെ പല്ലുവേദനയൊക്കെ നല്ലപോലെ കുറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.